ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുള്ള പേടികളെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതായത് നമുക്ക് ഇരുട്ടിനോടുള്ള പേടി, അതേപോലെ തന്നെ എന്താ പറയുക, ആനിമൽസിനോടുള്ള പേടി, വെള്ളത്തിനോടുള്ള പേടി, അങ്ങനെ പലതരത്തിലുള്ള പേടികളുണ്ടാവും. എനിക്കാണെങ്കിൽ ഇപ്പോൾ പൂച്ചേനെ പട്ടീനെയൊക്കെ കണ്ടാൽ ഭയങ്കര പേടിയാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് പോവാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ്. ഫോബിയ എന്ന് പറയുന്നത് പേടി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ വേറൊരു പദം എന്നൊക്കെ പറയാം. ലൈക്ക് ഫിയർ ഓഫ് ആനിമൽസ്, ക്ലോസ്ഡ് സ്പേസ്, വാട്ടർ, എക്സെട്ര. അത് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെയൊക്കെ വെള്ളത്തിനോടുള്ള പേടി, ആനിമൽസിനോടുള്ള പേടി, അതേപോലെ തന്നെ ക്ലോസ്ഡ് സ്പേസ്. ഈ ക്ലോസ്ഡ് സ്പേസ് എന്ന് വെച്ചാൽ അടച്ചു മൂടിയൊരു സ്ഥലം, നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അങ്ങനെ ഉള്ളൊരു പ്ലേസ്. ഇനി നോക്കുകയാണെങ്കിൽ ഫിയർ ഓഫ് ആനിമൽസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫിയർ ഓഫ് ആനിമൽസ് അവർ പറയുന്ന പേരാണ് സൂഫോബിയ. സൂഫോബിയ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് പലർക്കും ചിലന്തിയോട് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പോൾ പട്ടീനെയും പൂച്ചേനെയും ഒന്നും പേടിയാണില്ല, പക്ഷേ ചിലന്തിനെയും പാറ്റേനെയും പല്ലീനെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും. എനിക്കങ്ങനെ കേട്ടോ, എനിക്ക് ചിലന്തിനെയൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ചിലന്തിനോടുള്ള പേടി എന്ന് പറയുന്നത് അരാക്നോഫോബിയ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഇനി ഫിയർ ഓഫ് ഡോഗ്സ്, പട്ടികളോടുള്ള പേടി, അതിന് പറയുന്നത് സൈനോഫോബിയ എന്നാണ്. ഇനി നമുക്ക് സ്നേക്സിനോടുള്ള പേടിക്ക് എന്താ പറയാൻ നോക്കാം. പാമ്പിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഓഫീഡിയോഫോബിയ. ഓക്കെ, വല്ലാത്തൊരു പേര് എന്നത്. ക്യാറ്റ്സിനോടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിയൂറോഫോബിയ. ഇനി റാറ്റ്സിനോടുള്ളത് മ്യൂസോഫോബിയ. പിന്നെ കോക്രോച്ചസ്, പാറ്റ. കാറ്റ്സറിഡാഫോബിയ ഭയങ്കര വലിയൊരു പേരാണ്. പാറ്റ ചെറിയൊരു ജീവിയാണെങ്കിലും അതിൻ്റെ പേടിയുടെ പേര് കുറച്ച് വലിയ പേരാണ്. പിന്നെ ലിസാർഡ്, പല്ലിയോടുള്ളത് ഹെപ്പറ്റോഫോബിയ. ഇനി തവള, ഫ്രോഗിനോടുള്ളത് റാനിഡാഫോബിയ. പിന്നെ ലയൺ, ലിയോഫോബിയ. സിംഹത്തിനോടുള്ളത് ലിയോഫോബിയ. പിന്നെ എലിഫൻസ്, ആനയോടുള്ളത് എന്താണെന്നറിയാമോ? പാച്ചിഡെർമോഫോബിയ. വല്ലാത്തൊരു പേരാണ്. എനിക്ക് ഇപ്പോഴും എൻ്റെ നാവിലത് തിരിയുന്നില്ല, എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഡീർ മീൻസ് മാൻ. എലാഫിഫോബിയ. ഇനി ബിയർ, കരടി. ആർക്കോഡോഫോബിയ. അതേപോലെ തന്നെ പഴുതാര, അതായത് സെൻറ്റിപ്പീഡ് മീൻസ് പഴുതാര എന്നാണ്. കിലോപോഡോഫോബിയ. പിന്നെയുള്ളത് അട്ട, മില്ലിപ്പീഡ്. മിരിയോപീഡോഫോബിയ. മിരിയോപീഡോ അല്ല, മിരിയോപോഡോഫോബിയ. ഇനി ആൻസിനോടുള്ളത്, ഉറുമ്പിനോടുള്ളത് മിർമേക്കോഫോബിയ. ഒക്കെ വല്ലാത്ത പേര്. ആൻസ്, മിർമേക്കോഫോബിയ. ഇനി ബൊവിനോഫോബിയ. ഗോട്ട് കാപ്രാഫോബിയ. ഗോട്ട് മീൻസ് ആണ്. ഫിഷ്, ഇസ്തിയോഫോബിയ. മീൻ. പിന്നെ സ്മോൾ വോംസ്, മറ്റേ കൊച്ചു കൊച്ചു പുഴുക്കളില്ലേ, അതിന് സ്കോളക്കിഫോബിയ. ആനിമൽസിൻ്റെ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫിയർ ഓഫ് സറൗണ്ടിങ്സ്, അതായത് നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങളുടെയൊക്കെ പേടിയാണ്. ഫിയർ ഓഫ് സറൗണ്ടിങ്സ് ഏതാണ്? അഗോരാഫോബിയ എന്നാണ് അത് ഫിയർ ഓഫ് സറൗണ്ടിങ്സിന് പറയുന്നത്. ക്ലോസ്ഡ് സ്പേസ്, നമ്മളിവിടെ പറഞ്ഞ പോലെ അടച്ചു മൂടിയിട്ടൊരു സ്ഥലം എന്താണ്? ക്ലസ്ട്രോഫോബിയ എന്നാണ് പറയുക. ഹൈറ്റ്സ്, അതായത് ഉയരങ്ങൾ. നമ്മളിപ്പം ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഏറ്റവും പൊക്കത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തല ചുറ്റില്ലേ, ആ ഒരു പേടിക്കാണ് അക്രോഫോബിയ എന്ന് പറയുന്നത്. ഇനി വാട്ടർ, വെള്ളത്തിനോടുള്ളതാണെങ്കിൽ അക്വാഫോബിയ. പിന്നെയുള്ളത് ഫയർ, തീയോടുള്ളതാണെങ്കിൽ പൈറോഫോബിയ. അതേപോലെ തന്നെ പീപ്പിൾ, നമുക്ക് ആളുകളോടൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഇന്ന ആളെ ഭയങ്കര പേടിയാണ് ഈ ആളെ. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോരുത്തരെയും പേടി കാണുന്നവരുണ്ടാവും, ആൾക്കൂട്ടത്തിനെയൊക്കെ പേടി കാണുന്നവരുണ്ടാവും.
അപ്പോൾ ആണ് പറയുന്നത് ആന്ത്രോപോഫോബിയ എന്നാണ്. ഓക്കെ, ഇനി ഫ്ലൈങ്, പറക്കുന്നത്, നമുക്ക് പറക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. അതിന് പറയുന്നത് എന്താ, എയ്റോഫോബിയ. ഇനി ഫോറസ്റ്റിനോടുള്ളത് സൈലോഫോബിയ. ഇനി വനത്തിന് നമ്മൾ പറഞ്ഞ സൈലോഫോബിയ. പ്ലാന്റ്സ്, ചെടികളോടൊക്കെ നമുക്ക് എന്താ പറയുക, മുൾച്ചെടികളോടൊക്കെ ഭയങ്കര പേടി ഉണ്ടാവൂലേ, അങ്ങനെയുള്ള ചെടികളോടൊക്കെ ബൊട്ടാനോഫോബിയ. ഓക്കെ, ഇനി ബ്ലഡ്, രക്തം, ചോര കണ്ടാൽ തലക്കറങ്ങി വീഴുന്നവർ ഇപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതിലൊരാൾ ഞാനുമാണ്. അപ്പോൾ എന്താണ്, ഹെയ്മോഫോബിയ. പിന്നെ സ്റ്റഡിയിങ്, നമുക്ക് പഠിക്കാൻ വലിയ മൂഡൊന്നും ഇല്ലായിരിക്കും, എന്നാലും ആ ഒരു പഠിത്തത്തിനോടൊരു പേടി ഉണ്ടാവൂലേ. ഇപ്പോൾ അയ്യോ ആ ടീച്ചറിൻ്റെ വിഷയമല്ലേ, ഇത് പഠിക്കണോ, എനിക്ക് പഠിക്കാൻ പേടിയാന്ന് അതൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് എന്താണ് സോഫോഫോബിയ. പിന്നെ സ്പീച്ച്, നമുക്ക് ഒരാളോട് സ്പീച്ച്, ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഇന്നിങ്ങനെ പ്രസംഗിക്കാൻ നമ്മൾ ആദ്യമേ നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് കണ്ണാടി മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരെയും മുമ്പിൽ ചെല്ലുമ്പോൾ അതെല്ലാം നമ്മൾ മറന്നു പോകില്ലേ, ആ ഒരു പേടി, അതിനാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ കുക്കിങ്, പാചകം ചെയ്യുമ്പോൾ കൈകൊള്ളുമോ എന്നുള്ളൊരു പേടി, അതുകൊണ്ട് കുക്കിങ്ങിനോടുള്ള പേടിയാണ് മെജീറോക്കോഫോബിയ. പിന്നെ മാരേജ്, കല്യാണം കഴിക്കാനുള്ള പേടി, ഗാമോഫോബിയ. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയല്ലേ, സ്കൂളിനോട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അടി ഉണ്ടാവും, അതേപോലെ ടീച്ചർമാരെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കുക. അങ്ങനെ സ്കൂളിലോട്ടുള്ള പോകാനുള്ള ആ ഒരു മടി, അതായത് പേടി, സ്കൂളിൽ പോകാനുള്ള പേടി, സ്കോളിനോഫോബിയ. അതുപോലെ ഇലക്ട്രിസിറ്റി, കറണ്ടിനോടുള്ള പേടി എന്താണ്, ഇലക്ട്രോഫോബിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് റമദാൻ കരീം പറയുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.